as we prepare ourselves to listen God's word, I just want to begin the sermon with a statement. We have a changing world, but we have an unchanging God with unchanging word for his children. നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്താണ് ജീവിക്കുന്നത്. എന്നാൽ മാറ്റമില്ലാത്തവനും മാറാത്തവനുമായി മാറാത്ത തൻ്റെ വചനങ്ങളാൽ തൻ്റെ ജനത്തെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമാണ് നമ്മളുടെ കൂട്ടാളിയായിട്ടുള്ളത് എന്നത് ഞാൻ പ്രാരംഭമായി പറയാൻ താല്പര്യപ്പെടുകയാണ്. Changes are good and changes are inevitable, but remember, it's not by denying and rejecting God. മാറ്റങ്ങൾ ആവശ്യമാണ്. നമുക്ക് മാറ്റങ്ങൾ അത്യാവശ്യവുമാണ്. എന്നാൽ അത് ദൈവത്തെ കൂടാതെയുള്ള മാറ്റങ്ങളായി മാറരുത്. ദൈവത്തെ തിരസ്കരിച്ചും ദൈവമില്ലാതെയും നാം ജീവിതത്തിൽ കൊണ്ടുവരുന്ന മാറ്റങ്ങൾ നമ്മുടെ അനുഗ്രഹത്തിനായിട്ടല്ല, നമ്മുടെ അധപ്പതനത്തിനായിട്ടാണ് എന്നത് നാം ഓരോരുത്തരും ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നന്നായി തിരിച്ചറിയണം. The changes that we bring in without God and denying God will not give us promotion. It will degrade us. It deviates us from the plan and purposes of God. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടെ നാം നമ്മുടെ ജീവിതയാത്രയിൽ മുൻപോട്ട് പോയെങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തിൻ്റെ വക്താക്കളായി, ഏജൻസായി ഈ ഭൂമിയിൽ നിലനിൽക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. Be different in a changing world. That is a title for us this morning. മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്തിൽ വ്യത്യസ്തരായിരിക്കുക എന്നതാണ് ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം. ഇന്ന് നാം വായിച്ച 2 പാഠഭാഗങ്ങൾ, ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം അതിന്റെ 1 മുതൽ 22 വരെയുള്ള വാക്യങ്ങളും, യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം അതിന്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളും വളരെ വ്യക്തമായിട്ട് നമ്മളോട് ഈ ടോപ്പിക്കിനെ പറ്റി സംസാരിക്കുന്ന വിഷയങ്ങളാണ്, അല്ലെങ്കിൽ ഭാഗങ്ങളാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടെ ദൈവവചനമാണ് നാം പഠിക്കുകയും കേൾക്കുകയും ചെയ്യുന്നത് എന്ന ബോധ്യത്തോടുകൂടെ ദൈവത്തിന്റെ ആത്മാവിനാൽ എഴുതപ്പെട്ട ദൈവത്തിന്റെ വചനം ഇവിടെ വിഭാഗിക്കപ്പെടുമ്പോൾ ആത്മാവിന്റെ പ്രവർത്തനത്തിന് വിധേയരായിത്തീരാൻ കർത്താവേ എന്നെ ഇടയാക്കണം എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ഈ ദൈവവചനം വിഭാഗിക്കാനായിട്ട് ശ്രമിക്കാം. It is the Lord's doing. It is not the work of an action or others. ഇത് ദൈവത്തിന്റെ പ്രവർത്തനമാണ്, ഇത് ദൈവത്തിന്റെ വചനമാണ്. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം
we see a turning point in the history of the mankind. മനുഷ്യ വർഗത്തിന്റെ ചരിത്രത്തിൽ ഒരു മാറ്റം ഉണ്ടായതായിട്ട്, അല്ലെങ്കിൽ മാറ്റത്തിന് വഴിതെളിച്ചതായ ഒരു അധ്യായമാണ് ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം. മനുഷ്യൻ ഭൂമിയിൽ പെരുകി തുടങ്ങി. അവർക്ക് പുത്രിമാർ ജനിച്ചു. ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യന്റെ പുത്രിമാരെ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടു. തങ്ങൾക്ക് ബോധിച്ചവരെ അവർ ഭാര്യമാരായിട്ട് എടുത്തു. ഞാൻ ഒന്നാമത് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, the world is changing swiftly. The world is changing swiftly. അതിവേഗം ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് നമുക്ക് ഇഷ്ടമാണെങ്കിലും അല്ലെങ്കിലും നാം തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. മാറ്റങ്ങൾ അതിവേഗത്തിൽ സംഭവിക്കുകയാണ്. ചില മാറ്റങ്ങൾ നമ്മുടെ പുരോഗമനത്തിനും ചില മാറ്റങ്ങൾ നമ്മളെ അഗാധമായ ഗർത്തത്തിലേക്ക് തള്ളിയിടുന്നതിനുമാണ് ഉപകരിക്കുന്നത്. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഞാൻ ഒന്നാമത് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, the world is changing by compromising God-given standards of life, or standard for living. The world is changing. ഞാൻ നേരത്തെ പറഞ്ഞു ചേഞ്ചസ് നല്ലതാണ്. എന്നാൽ ഇന്ന് പല ചേഞ്ചസും, there are so many good things happening. Thank God for that. അതിന്റെ ഒരു ഭാഗമായതുകൊണ്ടാണ് ഇന്ന് നമുക്ക് നമ്മുടെ ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് തന്നെ ഈ ആരാധനയിൽ പങ്കെടുക്കാനും കൂട്ടായ്മ അനുഭവിക്കാനും ദൈവസ്നേഹത്തിന്റെ മാധുര്യത്തിൽ നമുക്ക് ഉൾപ്പെട്ടു നിൽക്കാനും ഒക്കെ ദൈവം ഇടയാക്കുന്നത് ഈ ചേഞ്ചിന്റെ അടിസ്ഥാനത്തിലാണ്. റവല്യൂഷൻ ഓഫ് ചേഞ്ച്, വിപ്ലവകരമായ ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട്. We have to really thank the Lord. But on the other side, remember, the people compromising God-given standard for living. ദൈവം തന്റെ ജനത്തിന് കൊടുത്തതായിരിക്കുന്ന ജീവിത നിലവാരത്തോട് വിട്ടുവീഴ്ച ചെയ്ത് തങ്ങൾക്ക് ബോധിച്ചതുപോലെ, തങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ യാതൊരു വിധമായ മൂല്യങ്ങളും കൽപ്പിക്കാതെ മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്തിൽ മാറ്റത്തിന് വിധേയരായി തീർന്നുകൊണ്ട് തങ്ങൾ ആരാണെന്നും തങ്ങളെ വിളിച്ചത് എന്തിനാണെന്നും തങ്ങളുടെ ഉത്തരവാദിത്വങ്ങൾ എന്താണെന്നും തിരിച്ചറിയാതെ മുൻപോട്ട് പോകുന്ന ഒരു ലോകത്ത് നമ്മളോട് പറയുകയാണ്, ദൈവം നമുക്ക് വേണ്ടി തന്നിരിക്കുന്ന ഒരു നിലവാരമുണ്ട്. ആ നിലവാരത്തോട് വിട്ടുവീഴ്ച ചെയ്ത് ലോകത്തോട് താതാത്മ്യപ്പെട്ട് പൊത്തൂരിത്തപ്പെട്ട് നമുക്ക് തോന്നിയതുപോലെ ഇഷ്ടമുള്ളതുപോലെ ജീവിക്കുന്ന ഒരു ജീവിത ശൈലി അപകടകരമാണ്. And it is heading towards destruction. ദൈവവചനം വളരെ ശക്തമായി നമ്മെ ഓർമ്മിപ്പിക്കുന്നതാണ്. അന്നേരമാണ് ദൈവവചനം പറയുന്നത്, ഈ പോക്ക് കണ്ടതായിരിക്കുന്ന ദൈവം പറയുന്ന കാര്യമുണ്ട്. വേഴ്സ് 3, അപ്പോൾ യഹോവ മനുഷ്യനിൽ എന്റെ ആത്മാവ് സദാകാലവും വാദിച്ചുകൊണ്ടിരിക്കുകയില്ല. അവൻ ജഡം തന്നെയല്ലോ, എങ്കിലും അവന്റെ കാലം
120 സംവത്സരം ആക്കും എന്ന് അരുളി ചെയ്തു. ദൈവം കൽപ്പിച്ചതായിരിക്കുന്ന, ദൈവം വിഭാവനം ചെയ്തതായിരിക്കുന്ന ഒരു നിലവാരത്തിൽ നിന്ന് മനുഷ്യൻ ഡീവിയേറ്റ് ചെയ്ത് താന്തോന്നിയായിട്ട് ജീവിച്ചപ്പം ദൈവം പറയുന്ന കാര്യം, സദാകാലവും ദൈവത്തിന്റെ ആത്മാവ് മനുഷ്യനോട് വാദിച്ചുകൊണ്ടിരിക്കുകയില്ല. There is a limit. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ മുൻപോട്ട് പോകുക. രണ്ടാമത് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, the world is changing by contaminating the schemes of God. ദൈവത്തിന്റെ പദ്ധതികളെ മലിനപ്പെടുത്തിക്കൊണ്ട്, ദൈവത്തിന് മാനവജാതിയോടുള്ളതായിരിക്കുന്ന ഉദ്ദേശങ്ങളെ മലിനപ്പെടുത്തിക്കൊണ്ട്, അതിനെ മ്ലേച്ഛതയിലേക്ക് നയിച്ചുകൊണ്ട് ഉള്ള ഈ മാറ്റം ദൈവത്തിന് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. God doesn't approve the contaminating schemes that human being got involved in. ദൈവത്തിന്റെ പദ്ധതികൾക്ക് വിപരീതമായി, വിഭിന്നമായി, ദൈവത്തിന്റെ പദ്ധതികളെ മലിനപ്പെടുത്തുന്ന, ദൈവത്തിന്റെ പദ്ധതികളെ കളങ്കപ്പെടുത്തുന്ന പ്രവണതകൾ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലുണ്ടെങ്കിൽ അതിനോട് ദൈവം പൊരുത്തപ്പെടുകയില്ല എന്ന് മാത്രമല്ല, ദൈവം he deals with it very seriously. ദൈവം അതികഠിനമായി, കർശനമായി അതിനോട് ഇടപെടും എന്ന് ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. Verse 5, മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്നും അവന്റെ ഹൃദയങ്ങളുടെ നിരൂപണങ്ങളൊക്കെയും എല്ലാപ്പോഴും ദോഷമുള്ളതത്രയെന്നും യഹോവ കണ്ടു. My dear friends, don't run ahead of God. ദൈവത്തിന്റെ മുൻപേ ഓടാനല്ല ദൈവം എന്നെയും നിന്നെയും വിളിച്ച് ഈ ഭൂമിയിലാക്കിയിരിക്കുന്നത്. When we run ahead of God, we are fallen and we make mistakes, miserable mistakes, grave mistakes in life. മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്ന് ദൈവം കണ്ടു. ദൈവം കാണുന്നില്ല, ദൈവം അറിയുന്നില്ല. ഈ മാറ്റങ്ങളുടെ വേഗതയിൽ ദൈവത്തിനും ദൈവത്തിന്റെ ജനത്തിനും ഓടാൻ കഴിയുന്നില്ല എന്നുള്ള ചിന്ത എന്നിലും നിങ്ങളിലും ഉണ്ടെങ്കിൽ അത് വിഡ്ഢിത്തരമാണ്, അത് ഭോഷത്വമാണ്. The Lord is watching. Remember that. ദൈവത്തിന്റെ പദ്ധതിയെ മലിനപ്പെടുത്തുന്നവരെ, 5-ാമത്തെ വാക്യം പറയുകയാണ്, മനുഷ്യന്റെ നിരൂപണങ്ങള് എല്ലായ്പ്പോഴും ദോഷമുള്ളതാണെന്ന് യഹോവ കണ്ടു. എന്നിട്ട് അടുത്ത വാക്യം പറയുകയാണ്, താൻ ഭൂമിയിൽ മനുഷ്യനെ ഉണ്ടാക്കുകൊണ്ട് അവൻ അനുതപിച്ചു. അവൻ അനുതപിച്ചു എന്നുള്ള വാക്ക് മലയാളം ബൈബിളിൽ വായിക്കുന്നുണ്ടെങ്കിലും ഇംഗ്ലീഷിൽ നാം പറയുന്നത് God grieves for making man. For making man he grieved. മനുഷ്യന്റെ ദുഷ്ടത പെരുകിയപ്പം, മനുഷ്യന്റെ മ്ലേച്ഛത വർദ്ധിച്ചപ്പം, ദൈവത്തിന്റെ പദ്ധതികളെയൊക്കെ അവൻ തകിടം മറിച്ചപ്പോൾ
അതെല്ലാം കണ്ടിട്ട് എന്ത് ചെയ്തു? സർവശക്തനായ ദൈവം, എന്നെയും നിന്നെയും സൃഷ്ടിച്ചവനായ ദൈവം, തന്റെ സ്വരൂപത്തെ സൃഷ്ടിച്ചവനായ ദൈവം നമ്മളെ നോക്കി ദുഃഖിച്ചു എന്ന് ദൈവവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. Are we doing that? നാം അതിൽ പങ്കാളികളാണോ? Are we contaminating the schemes of God? Then the third thing, the world is changing. ഞാൻ അതാണ് പറയുന്നത്. Compromising God-given standard for life by contaminating the schemes of God, then by competing with callousness of heart. ഹൃദയ കാഠിന്യത്താൽ മത്സരികളായി തങ്ങൾക്ക് ബോധിച്ചതു ചെയ്ത് ദൈവശബ്ദത്തിന് ഇടം കൊടുക്കാതെ, ദൈവവചനത്തിന് പ്രാധാന്യം കൊടുക്കാതെ, ദൈവികമായ അരുളപ്പാടുകൾക്ക് യാതൊരു വിധമായ വിലയും കൽപ്പിക്കാതെ ഞങ്ങൾ മിടുക്കന്മാരാണ്, ഐ ക്യാൻ ഡു എവറിത്തിങ് വിത്തൗട്ട് ഗോഡ് എന്നുള്ള ചിന്തയോടുകൂടെ മുൻപോട്ട് പോകുന്ന മനുഷ്യനോട് ദൈവത്തിന്റെ വചനം പറയുകയാണ്, മനുഷ്യ നീ ഒരു കൃമിയാണ്, മനുഷ്യ നീ നിഴൽ പോലെയാണ്, എന്നെ കൂടാതെയുള്ള നിന്റെ പ്രയത്നങ്ങളൊക്കെ വിഫലമായി തീരും. വെരി ഗുഡ് എക്സാമ്പിൾ ഈസ് ദ ടവർ ഓഫ് ബാബേൽ. ദൈവത്തോട് ആലോചന ചോദിക്കാതെ, ദൈവത്തിന്റെ പങ്കാളിത്തമില്ലാതെ എന്ത് ചെയ്തു? ഞങ്ങൾക്ക് വേണ്ടി ഒരു പേരുണ്ടാക്കാൻ ഞങ്ങൾ ചിലതൊക്കെ ഉണ്ടാക്കും. കോമ്പീറ്റിംഗ് വിത്ത് callousness in life. ഫ്രണ്ട്സ്, മത്സര ബുദ്ധികളായി മനുഷ്യൻ മാറുമ്പോൾ ദൈവം മനുഷ്യന്റെ ആയുസ്സിനെ കുറയ്ക്കുകയാണ്. കാരണം ഇവൻ കൂടുതൽ ജീവിച്ചാൽ പ്രശ്നങ്ങൾ ഉണ്ടാകത്തേ ഉള്ളൂ, പ്രതികൂലങ്ങൾ ഉണ്ടാകത്തേ ഉള്ളൂ. ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് വരുന്നതിന് പകരം ദൈവത്തിന്റെ വഴികളിൽ വിട്ട് അവൻ മ്ലേച്ഛതയുടെ ഉച്ചകോടിയിലെത്തിയിട്ട് അവിടെ നിന്ന് അവൻ അതപ്പതിച്ച് താഴോട്ട് വീഴത്തേ ഉള്ളൂ എന്നത് ദൈവം തിരിച്ചറിഞ്ഞു. So the world is changing swiftly. പെട്ടെന്ന് മാറുകയാണ്. സാങ്കേതിക മികവുകളുണ്ട്, ശാസ്ത്രത്തിന്റെ പുരോഗമനമുണ്ട്, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്സ് ഉണ്ട്. അതൊക്കെ നല്ല കാര്യങ്ങൾ എന്നും നല്ലത് തന്നെ. But we have to be different in this changing world. We have to be different in this changing world. Let me go ahead. രണ്ടാമത് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, we are called as the agents of change. We are called, we the people of God, the children of God, are called as the agents of change. മാറ്റങ്ങളുടെ വക്താക്കളായി ഞാനും നിങ്ങളും മാറണം. മാറ്റങ്ങൾ ഉണ്ടായേ തീരത്തുള്ളൂ, മാറ്റങ്ങൾ അനിവാര്യവുമാണ്. മാറ്റങ്ങളോടുകൂടെ ദൈവമുണ്ട്. ആ ഒരു പദ്ധതിയിലേക്ക് ദൈവം എന്നെയും നിങ്ങളെയും വിളിച്ചിരിക്കുന്നത് ആസ് ദി ഏജന്റ്സ് ഓഫ് ചേഞ്ച്. ക്രിസ്തീയ മിഷണറിമാരെ കുറിച്ച് പറയുന്നത്, they are always been identified as the agents of change wherever they went. സാമൂഹികമായിട്ടുള്ള മാറ്റം,
ആചാരങ്ങൾ പരമായ മാറ്റം, സാംസ്കാരികമായ മാറ്റം, വിദ്യാഭ്യാസപരമായ മാറ്റം, ആത്മീക മാറ്റം. Lot of changes, my dear friends. ഞാൻ ഇപ്രകാരം പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. We are called not to go with the current. ഒഴുക്കിനനുസരിച്ച് നീന്താനായിട്ടല്ല ദൈവം എന്നെയും നിങ്ങളെയും വിളിച്ച് ഈ ഭൂമിയിലാക്കിയിരിക്കുന്നത്. But God calls you and I as a catalyst to bring about a positive change and to give a push as a catalyst. മുന്നിൽ നിന്ന് നയിക്കാൻ. അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരായി, പാപത്തിനും പാപത്തിന്റെ മ്ലേച്ഛതകൾക്കും എതിരായി നിലകൊള്ളുന്ന ഒരു വ്യക്തിത്വമായി, ഒരു കാറ്റലിസ്റ്റായി മാറുവാൻ ദൈവം എന്നെയും നിങ്ങളെയും വിളിച്ചിരിക്കുന്നത് കൊണ്ട്, ലെറ്റ് മീ ആസ്ക് യു, വിൽ യു ബി ഡിഫറെന്റ് ഇൻ യുവർ ജനറേഷൻ? As I was writing an article for our youth magazine yesterday, I came across a movement called Student Volunteer Movement. In 1888, around 100 college students went for a retreat and a revival. And in that retreat, God brought a revival. And they took a decision. Do you know what is the decision? Evangelization of the world in our generation. ഞങ്ങളുടെ തലമുറയിൽ തന്നെ സുവിശേഷം ഈ ലോകം മുഴുവൻ എത്തണം. യേശുവിന്റെ മാറ്റമില്ലാത്ത സുവിശേഷം ഈ ലോകം മുഴുവൻ എത്തണമെന്നുള്ള ഒരു ചിന്തയുമായി, ഒരു തീമുമായി സ്റ്റുഡന്റ് വോളണ്ടിയർ മൂവ്മെന്റ് influenced many campuses, and it became one of the most influential, significant movements in the Christian history. We need to be the catalysts. നമ്മൾ വേൾഡ് വിഷനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. വേൾഡ് വിഷന്റെ ഫൗണ്ടർ ഡോക്ടർ ബോ പിയേഴ്സൺ. അദ്ദേഹം പറഞ്ഞതായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത് എപ്പോഴും നല്ലതാണ്. Dr. Bob Pierce, the founder president of the World Vision. The World Vision is a Christian, interdenominational, international organization affecting more than 100 countries across the world, influencing many. അദ്ദേഹത്തിന് അത് തുടങ്ങാനുള്ള പ്രേരണ ഉണ്ടായത് എങ്ങനെയാണെന്നറിയാമോ? When he was in a mission trip to China, he saw an abandoned girl in China. തന്റെ നേരെ കൈ നീട്ടിക്കൊണ്ടിരിക്കുന്ന ആരുമില്ലാത്തതായ ഒരു അനാഥയായ ഒരു പെൺകുട്ടിയെ കണ്ടിട്ടാണ്, അവിടെ നിന്നാണ് വേൾഡ് വിഷന്റെ ആരംഭം. അങ്ങനെ ഇരുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞതായ ഒരു സെന്റൻസ് ഉണ്ട്. എന്താണെന്നറിയാമോ സെന്റൻസ്? ലെറ്റ് മൈ ഹാർട്ട് ബി ബ്രോക്കൺ ബൈ ദ തിങ്സ് ദാറ്റ് ബ്രേക്ക് ദ ഹാർട്ട് ഓഫ് ഗോഡ്.
I cannot close my eyes towards this little girl. ഈ ചെറിയ പെൺകുട്ടിക്ക് നേരെ കണ്ണടയ്ക്കാൻ എനിക്ക് കഴിയത്തില്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, let my heart be broken by the things that break the heart of God. ദൈവത്തിന്റെ ഹൃദയത്തെ ബ്രേക്ക് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും എന്റെ ഹൃദയത്തെയും ഉടച്ചു കളയട്ടെ. As a result, World Vision was founded. എന്നിട്ട് അവര് പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹം പിന്നീട് പറഞ്ഞൊരു കാര്യമാണ്, we serve everyone. We want to be in the world that we think Jesus Christ would be if he were in the middle of all these problems and needs. ഈ പ്രശ്നങ്ങളുടെ നടുവിൽ, ഈ ആവശ്യങ്ങളുടെ നടുവിൽ യേശു ക്രിസ്തു ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കുമോ അതുപോലെ ഞങ്ങൾക്ക് ഈ ലോകത്തെ സേവിക്കണം. Yes, we need to be a catalyst in the society, my dear friends, not to go with the current. It is easy, but God wants us to swim across, see through. രണ്ടാമത് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, we are not called to grieve God. ദൈവത്തെ ദുഃഖിപ്പിക്കാനായിട്ടല്ല ദൈവം നമ്മളെ വിളിച്ചു വേർതിരിച്ചിരിക്കുന്നത് ഈ ലോകത്ത്. But just like Noah, we need to be filled with the grace of God. Praise the Lord. ദൈവത്തെ ദുഃഖിപ്പിക്കുന്നവരായി, ദൈവത്തെ വേദനിപ്പിക്കുന്നവരായി, എന്നെ സൃഷ്ടിച്ചതിൽ എന്റെ ദൈവം വേദനിപ്പിക്കാൻ ഇടകൊടുക്കാത്തവരായി. But we need to be like Noah in his time, be filled with the grace of God. ദൈവത്തിന്റെ കൃപ ലഭിച്ച ഒരു ദൈവ പൈതലായി ഞാനും നിങ്ങളും തീരുമ്പോൾ എന്നെ കൂടെയും നിങ്ങളിൽ കൂടെയും ദൈവത്തിന്റെ പദ്ധതികൾ ഈ ലോകത്ത് നടപ്പാക്കുവാൻ ഞാനും നിങ്ങളും ദൈവകൃപയുള്ളവരായി മാറും. Is it possible? We should not be called, we are not called to grieve God, but to be filled with the grace of God. ദൈവകൃപ നമ്മളിലുണ്ടോ? Verse 7, the last. ഞാൻ സൃഷ്ടിച്ചിട്ടുള്ള മനുഷ്യനെ ഭൂമിയിൽ നിന്ന് നശിപ്പിച്ചു കളയും. മനുഷ്യനെയും മൃഗത്തെയും ഇഴജാതിയെയും ആകാശത്തിലെ പക്ഷികളെയും തന്നെ അവയെ ഉണ്ടാക്കുകൊണ്ട് ഞാൻ അനുതപിക്കുന്നു എന്ന് യഹോവ അരുളി ചെയ്തു. എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. ഹല്ലേലൂയ. Be different in this world with the grace of God. ദൈവകൃപ നമ്മളിൽ കൂടെ മറ്റുള്ളവർ കാണട്ടെ പ്രിയരേ. Be filled with grace. ദൈവകൃപയാൽ നിറയട്ടെ പ്രിയരേ നാം. Let us see things in the perspective of Jesus. യേശുവിന്റെ കാഴ്ചപ്പാടിൽ എനിക്കും നിങ്ങൾക്കും ഈ ലോകത്തെ നോക്കിക്കാണണമെങ്കിൽ we need to be filled with the grace of God. Jesus was filled with the grace of God. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി ഞങ്ങളുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവന്റെ തേജസ് ദൈവത്തിൽ നിന്നുള്ള ഏകജാതന്റെ തേജസ്സായി കണ്ടു. Be different. We need to be filled with the grace of God. Or in other words, we need to be the containers of grace for others. കരുണയില്ലാത്ത ഒരു ലോകത്ത്, കൃപയില്ലാത്ത ഒരു ലോകത്ത്
കാരുണ്യമില്ലാത്ത ഈ ലോകത്ത് I and you are called and placed as the containers of God's grace. പറ്റുമോ ഇതിന്? Yes, it is possible. With God, everything is possible. പോകട്ടെ മുൻപോട്ട്. Third, we are called not to be the giants of this world, but we are called to be the giants in eternity. ഈ ലോകത്തിലെ മല്ലന്മാരായി, ഈ ലോകത്തിലെ മിടുക്കന്മാരായി, ഈ ലോകത്തെ പിടിച്ചടക്കുന്ന മല്ലന്മാരായി ഞാനും നിങ്ങളും തീരരുത്. We have to have an eternal perspective that I and you need to be the giants in eternity. കർത്താവിനോട് കൂടെ നിത്യതയിൽ മിടുക്കന്മാരായി നമുക്ക് മുൻപോട്ട് പോകണം. ഈ മനുഷ്യരുടെ പുത്രന്മാരും പുത്രിമാരും ദൈവത്തിന്റെ പുത്രന്മാരും തമ്മിൽ പരസംഗം ചെയ്ത് അക്കാലത്ത് ഭൂമിയിൽ മല്ലന്മാർ ഉണ്ടായിരുന്നു. അതിന്റെ ശേഷവും ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരുടെ അടുക്കൽ ചെന്നിട്ട് അവർ മക്കളെ പ്രസവിച്ചു. ഇവരാകുന്നു പുരാതന കാലത്തെ വീരന്മാർ, കീർത്തിപ്പെട്ട പുരുഷന്മാർ. ഈ ലോകത്തിലെ കീർത്തിയും ഈ ലോകത്തിലെ പ്രശസ്തിയും ഈ ലോകത്തിലെ സ്ഥാനമാനങ്ങളുമല്ല എനിക്കും നിങ്ങൾക്കും ഏറ്റവും ആവശ്യമായിരിക്കുന്നത്. എനിക്കും നിങ്ങൾക്കും നിത്യതയിൽ നമ്മുടെ സ്ഥാനം ഉറപ്പിക്കത്തക്കവണ്ണം ഈ ലോകത്തിൽ വ്യത്യസ്തരായി വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളോടുകൂടെ ദൈവകൃപയോടുകൂടെ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന വ്യക്താക്കളായി ഞാനും നിങ്ങളും തീരുമ്പോൾ, friends, we become the agents of change. നമ്മളിൽ കൂടെ മാറ്റങ്ങളോടെ തുടങ്ങും. Lord, make me as an instrument that brings about a change in my life and in others' life. ദൈവം നമ്മെ സഹായിക്കട്ടെ പ്രിയരെ. ഞാൻ വളരെ വേഗം മുൻപോട്ട് പോകട്ടെ. മൂന്നാമത് ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ പോവുകയാണ്. In bringing about the change, we are partners with God. We are partners with God in bringing about the change. മാറ്റങ്ങൾ അനിവാര്യമാണ്, മാറ്റങ്ങൾ അത്യാവശ്യമാണ്. ആ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ ദൈവം നമ്മളെ ആരാക്കി മാറ്റുന്നു? ദൈവത്തിന്റെ പങ്കാളികളാക്കി മാറ്റുന്നു. ദൈവത്തോട് ചേർന്ന് പ്രവർത്തിപ്പാൻ, ദൈവത്തോട് ചേർന്ന് നടന്ന് ദൈവത്തിന്റെ പദ്ധതികൾ ഈ ഭൂമിയിൽ നടപ്പാക്കിയെടുക്കുവാൻ ദൈവം എന്നെയും നിങ്ങളെയും അന്വേഷിക്കുന്നു. നമ്മുടെ പങ്കാളിത്തം അവൻ ചോദിക്കുന്നു. Will you be partner with me in bringing about a change in this society? ഇവിടെ എന്തോ നാം കാണുന്നത്? 9-10 വാക്യങ്ങൾ, അല്ലെങ്കിൽ 13-ാമത്തെ വാക്യം ഇപ്രകാരമാണ്: ദൈവം നോഹയോട് കൽപ്പിച്ചതെന്തെന്നാൽ, സകല ജഡത്തിന്റെയും അവസാനം എന്റെ മുമ്പിൽ വന്നിരിക്കുന്നു. ഭൂമി അവരാൽ അതിക്രമം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഞാൻ അവരെ ഭൂമിയോടുകൂടെ നശിപ്പിക്കും. നീ ഗോഫർ മരം കൊണ്ട് ഒരു പെട്ടകം ഉണ്ടാക്കുക. പെട്ടകത്തിന്റെ അറകൾ ഉണ്ടാക്കി അകത്തും പുറത്തും കീൽ തേക്കുക.
No, അതിന്റെ ആ continuity, you should read that. I don't have the time to read the entire thing. God makes you a partner to bring a change in this world. Do you want to be a partner with God? When God invites you to be a partner with Him, വളരെ വ്യത്യസ്തമായ കാര്യമാണ് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. Remember, my dear friends, we are not alone in bringing a change in this world. God is our partner. നമ്മൾ ഒറ്റയ്ക്കല്ല ഇവിടെ. നമ്മളിവിടെ തനിയല്ല. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം അതിന്റെ 5-6 വാക്യങ്ങൾ ഇപ്രകാരമാണ് നാം വായിക്കുന്നത്. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം അതിന്റെ 5-6 വാക്യങ്ങൾ. അല്ലെങ്കിൽ തെരുവെഴുത്ത് വെറുതെ സംസാരിക്കുന്നത് തോന്നുന്നുവോ? അവൻ നമ്മിൽ വസിക്കുമാറാക്കിയ ആത്മാവ് അസൂയയ്ക്കായി കാക്ഷിക്കുന്നുവോ? എന്നാൽ അവൻ അധികം കൃപ നൽകുന്നു. അതുകൊണ്ട് ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുകയും താഴ്മയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. When God makes you a partner with Him, He lavishes His grace upon us. നമ്മൾ തനിയല്ല ഇവിടെ. We are not alone. God gives you the strength. God gives you the potential. God gives you the credibility. The Lord gives you the approval. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആരെ? രണ്ടാമത് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്, when God invites you to be a partner, He doesn't look at your competence, but He looks at your character. എന്തോ നാം വായിക്കുന്നത്? ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം അതിന്റെ 9-10 വാക്യങ്ങൾ. നോഹയുടെ വംശപാരമ്പര്യം എന്തെന്നാൽ, നോഹ ഒരു വംശപാരമ്പര്യം പറഞ്ഞങ്ങ് പോവുകയല്ലായിരുന്നു. നമുക്കറിയാമല്ലോ വംശപാരമ്പര്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ആരായിരുന്നു അപ്പൻ, ആരാണ് മോൻ എന്നൊക്കെ പറഞ്ഞങ്ങ് പോകത്തേ ഉള്ളൂ. ഇവിടെ എന്താ പറയുന്നത്? നോഹ നീതിമാനും തന്റെ തലമുറയിൽ നിഷ്കളങ്കനുമായിരുന്നു. നോഹ ദൈവത്തോട് കൂടെ നടന്നു. എ പേഴ്സൺ വിത്ത് ക്യാരക്ടർ. ദൈവം എന്റെയും നിന്റെയും കാര്യക്ഷമതയല്ല നോക്കുന്നത്, ബട്ട് ഗോഡ് എക്സാമിൻസ് മൈ ഹാർട്ട്. എന്റെയും നിന്റെയും ഹൃദയത്തെ ശോധന ചെയ്യുന്ന, എന്റെയും നിന്റെയും സ്വഭാവത്തെ അറിയുന്ന ഒരു ദൈവം എനിക്ക് നിനക്കും വേണ്ടിയുണ്ട്. He doesn't look at your competence, my dear friends, but He looks at your heart and your character. Will you be partner with God? ദൈവത്തോട് ചേർന്ന് നടക്കാൻ നമുക്ക് കഴിയുമോ? ജോസഫ്, മേരി, പോൾ, even Mary Magdalene, several. The Samaritan woman, all these people became credible because of Jesus' involvement in their life. God called them to be partners and they said yes to that. ഒരു കാര്യം കൂടെ ഞാൻ ഈ അവനോട് ചേർന്ന് പറഞ്ഞ് അവസാനിപ്പാൻ താല്പര്യപ്പെടുകയാണ്. When God wants you as a partner, it may be foolishness to the world. ലോകത്തിനത് ബോധത്വമായിട്ട് തോന്നും. But be faithful to God.
by obeying him unconditionally. ഒരു വ്യവസ്ഥയുമില്ലാതെ ദൈവമാണ് വിളിച്ചതെന്നും ദൈവമാണ് പറഞ്ഞതെന്നും ദൈവത്തെ അനുസരിക്കുന്നത് മനുഷ്യരെ അനുസരിക്കുന്നതിനേക്കാൾ ഉത്തമമാണെന്നുള്ള ബോധ്യത്തോടുകൂടെ അവനോട് വിശ്വസ്തനായിരിക്കുക. നോഹ ചെയ്തത് അതാണ്. നോഹയോട് പറഞ്ഞൊരു പെട്ടകം ഉണ്ടാക്കാൻ. അതുവരെ മഴ എന്താണെന്ന് കണ്ടിട്ടില്ല. മഴ എങ്ങനെ വിരിക്കുമെന്ന് ചോദിച്ചാൽ അറിയത്തില്ല. ദേ വട്ടത്തരം വിളിച്ചു പറയുന്നെന്ന് മറ്റുള്ളവരൊക്കെ പറഞ്ഞു. ഇത്രയും നാളും ഇങ്ങർക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു. ദേ ഓൾ ഓൺ എ സഡൻ ഹി ബിക്കെയിം മാഡ്, ഹി ഈസ് ഔട്ട് ഓഫ് മൈൻഡ് എന്ന് പറഞ്ഞു. അവിടെ ദൈവം പറഞ്ഞത് അതിൻ്റെതായ സ്പെസിഫിക്കേഷനോടുകൂടെ അതിൻ്റെതായ സമയപരിധിക്കുള്ളിൽ അതിൻ്റെതായ കൃത്യതയോടുകൂടെ ചെയ്തു തീർത്ത് ദൈവനോട് പറഞ്ഞു, നീയും നിന്റെ കുടുംബവും അതിനകത്ത് പ്രവേശിക്കുക. He entered. He entered. Yes, my dear friends, ദൈവം എന്നെയും നിങ്ങളെയും വിളിക്കുകയാണ്. To be faithful to him by obeying him unconditionally. നമ്മുടെ ലോജിക്കൊന്നും വേണ്ട ദൈവത്തിന്. ലോകത്തിന് ഭോക്ഷത്വമായിരിക്കുന്നത് ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോക്ഷത്വമാണ്, എന്നാൽ രക്ഷിക്കപ്പെടുന്നവർക്ക്, എന്നാൽ ദൈവത്തെ അനുസരിക്കുന്നവർക്ക് അത് ജീവന്റെ തുടുപ്പാണ്, ജീവന്റെ ശക്തിയാണ്. The word for us today is be different in this changing world. ഞാൻ പറഞ്ഞു, the world is changing swiftly. ലോകം അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. Compromising God-given standards, contaminating the schemes of God, competing with callousness of heart. വിട്ടുവീഴ്ച ചെയ്ത് ദൈവത്തിന്റെ പദ്ധതികളെ മലിനപ്പെടുത്തി ഹൃദയ കാഠിന്യത്തോടെ മത്സരിക്കുന്ന ഒരു സ്വഭാവം. ഇൻ ദിസ് കോണ്ടെക്സ്റ്റ് നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നത് മാറ്റങ്ങളുടെ വക്താക്കളായിട്ടാണ്, മാറ്റങ്ങൾ ഉണ്ടാക്കുന്നവരായിട്ട്. Be a catalyst, not going as per the current. ഒഴുക്കിനനുസരിച്ച് പോകുന്നവരായിട്ടല്ല, മാറ്റങ്ങൾ വേഗത്തിലാക്കുന്നവരായി തീരുവാൻ ദൈവം എന്നെ ഒരു കാറ്റലിസ്റ്റ് ആയിട്ട് വിളിക്കുന്നു. Not to grieve God, but to be filled with the grace of God. ദൈവത്തെ ദുഃഖിപ്പിക്കുന്നവരായിട്ടല്ല, ദൈവകൃപ നിറഞ്ഞവരായി തീരാൻ ദൈവം നമ്മെ വിളിക്കുന്നു. Not to be the giants in this world, but to be giants in eternity. നിത്യതയിൽ കീർത്തിയുള്ളവരായി ജീവിപ്പാൻ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. When God wants to bring a change, He wants you as a partner to bring that change. വ്യത്യസ്തത കൊണ്ടുവരുവാൻ, മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ ദൈവത്തിന് എന്നെയും നിന്നെയും ആവശ്യമാണ്. Therefore, remember, we are not alone. നമ്മൾ തന്നെയല്ല. God is our partner. ദൈവം നമ്മുടെ പങ്കാളിയാണ്. When God is our partner, remember, He will not make you ashamed. രണ്ടാമത് ഞാൻ പറഞ്ഞത്, when He sees people, He sees people with character, not with competence. കാര്യക്ഷമതയുള്ള കഴിവുകളുള്ളവരെ മാത്രമല്ല ദൈവം വിളിക്കുന്നത്. അങ്ങനെയുള്ളവരെയും ദൈവം വിളിക്കും, പക്ഷെ അങ്ങനെയുള്ളവരെ മാത്രമല്ല ദൈവം വിളിക്കുന്നത്. But He looks at the character. He is there. When He touches you,
When you go to him, he will make you whole. അവൻ നിന്നെ പൂർണ്ണനാക്കി മാറ്റും. Then third, God wants us to be faithful to him by obeying him unconditionally. ഒരു വ്യവസ്ഥയുമില്ലാതെ ദൈവം പറയുന്നത് അച്ചട്ടായിട്ട് അംഗീകരിക്കുന്ന, അനുസരിക്കുന്ന ഒരു മനുഷ്യനെയാണ് ദൈവത്തിന് ആവശ്യം. Will you be one? അതിൽ ഒരാളായി തീരാൻ, ഒരാളായി മാറാൻ, ദൈവത്തിന്റെ പദ്ധതികൾക്ക് കൂട്ടുനിൽക്കുവാൻ, പങ്കാളികളായി മാറുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അധികമായി, ധാരാളമായി ദൈവകൃപ തന്ന് നമ്മെ കാത്ത് സൂക്ഷിക്കണം.